നമസ്കാരം സുഹൃത്തുക്കളെ. ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരം പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കപ്പെട്ട വി ഡി സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും വി ഡി സതീശൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ കഴിഞ്ഞ തവണ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറഞ്ഞ വാചകമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. അവിടെ ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്, വി ഡി സതീശൻ എന്നാണ് പറഞ്ഞത്. MLA ആയിരുന്നപ്പോൾ പിതാവിന് ജാതിവാലില്ലായിരുന്നു, എന്നാൽ മുഖ്യമന്ത്രി ആയപ്പോൾ പിതാവിന് ജാതിവാല് വന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ സതീശൻ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ മാധ്യമങ്ങൾ പല രീതിയിൽ അതിന് വ്യാഖ്യാനം നൽകുന്നുണ്ട്. താനൊരു സവർണനാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ തരത്തിൽ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ജിൻഡോ ജോണൊക്കെ, അതായത് കോൺഗ്രസ്സുകാരൻ തന്നെയായിട്ടുള്ള ജിൻഡോ ജോണൊക്കെ കോൺഗ്രസ് എന്ന പാർട്ടി വളരെ ഇൻക്ലൂസീവ് ആവണമെന്നും ഇങ്ങനെ ജാതിവാളൊന്നും കൊണ്ട് നടക്കരുത് എന്ന തരത്തിൽ വിമർശനം കൊണ്ടുവരുന്നുണ്ട്. ഏത് പാർട്ടി? കോൺഗ്രസ് പാർട്ടി. മന്ത്രിസഭയിൽ മന്ത്രിമാരെ വീതം വെക്കുമ്പോൾ ജാതിയും മതവും നോക്കി തിരഞ്ഞു മാത്രം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ പറ്റിയാണ് ജിൻഡോ ജോൺ പറഞ്ഞത്. അർഹതയുള്ളവർ പുറത്തു നിൽക്കുന്നു, എന്നാൽ മത ജാതി സാമുദായിക സന്തുലനാവസ്ഥയൊക്കെ നോക്കണ്ടേ, അതിനാൽ ചിലർക്കൊക്കെ അർഹതപ്പെട്ട ചിലർക്കൊക്കെ മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്ന് വി ഡി സതീശൻ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞ അതേ കോൺഗ്രസിനെ പറ്റിയാണ് ജിൻഡോ ജോൺ പറഞ്ഞത്. അത് അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് വി ഡി സതീശൻ ഇത്തവണ മുഖ്യമന്ത്രിയായപ്പോൾ ഈ മേനോൻ വാൽ കൂടി ചേർത്തു എന്നതാണല്ലോ പ്രധാനപ്പെട്ട വിവാദം. അതിന് നമ്മുടെ മാധ്യമങ്ങൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. ഞാൻ മനസ്സിലാക്കിയത് വളരെ നൈസായിട്ട് അവിടെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കിട്ട് നല്ല എട്ടിൻ്റെ പണി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എന്താ ഇതുകൊണ്ട് കിട്ടുന്ന പണിയും ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കിട്ടൂ. കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന ഉത്തരേന്ത്യക്കാരുടെ പപ്പുമാൻ എത്രയോ തവണ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ജാതി സെൻസസ് എടുക്കണം, അത് കുറേ കാലം അയാളുടെ നിലവിളിയായിരുന്നു. പിന്നീട് എന്താ, IIT-യിൽ എത്ര ദളിതരുണ്ട്, എയിംസിൽ എത്ര ദളിതരുണ്ട് തുടങ്ങിയ എത്രയോ തവണ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ അയാൾ നടത്തുന്നത് കണ്ടു. അതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ്, അവർക്ക് രാജ്യത്ത് തന്നെ 3-4 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഭരണമെന്ന് ഓർക്കുക. അതിലൊരു സ്ഥലമായ കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം വന്നപ്പോൾ അതിന് തന്നെ ഇട്ട് താളം തല്ലി എത്ര ദിവസത്തിന് ശേഷമാണ് വി ഡി സതീശൻ്റെ പേര് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒടുവിൽ സത്യപ്രതിജ്ഞയായി ആ സമയത്ത് വി ഡി സതീശൻ എന്ന് പറഞ്ഞങ്ങ് പോയിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ വിചാരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഈഴവനായിരിക്കും അല്ലെങ്കിൽ നായരായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പോകുന്ന പലരും കണ്ടേക്കാം. പക്ഷേ ഒരു ജാതിവാലില്ലാത്ത വി ഡി സതീശൻ എന്ന തരത്തിൽ അദ്ദേഹത്തെ കണക്കാക്കുമായിരുന്നു. പക്ഷേ വി ഡി സതീശൻ എന്താ ചെയ്തത്? ബോധപൂർവം വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നങ്ങ് പറഞ്ഞു വെച്ചു. അതായത് തൻ്റെ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധി ദളിതർക്ക് വേണ്ട പ്രാതിനിധ്യം ഇന്ത്യയിൽ പലയിടത്തും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൂവി വിളിച്ചു നടക്കുമ്പോൾ അവർക്ക് ഭരണം കിട്ടിയ കേരളത്തിൽ ഇതാ ഒരു സവർണം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പറയാതങ്ങ് പറയുകയായിരുന്നു ചെയ്തത്. അല്ലെങ്കിൽ ശരിക്കും അങ്ങ് ഉറച്ച് വിളിച്ചു പറയുകയാണ് വി ഡി സതീശൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഈ അലച്ചിലും ബഹളവും ചർച്ചയുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് രാഹുൽ ഗാന്ധിക്ക് നേരെ വരും. എന്തുകൊണ്ട് കേരളത്തിൽ അവർക്ക് ഭരണം കിട്ടിയപ്പോൾ ഒരു OBC-കാരനെ അല്ലെങ്കിൽ ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്നൊരു ചോദ്യം വരും. ഇനി കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും വെച്ച് രാഹുൽ ഗാന്ധിക്ക് എത്ര ദളിതരുണ്ട്, എത്ര ദളിതർ IIT-യിലുണ്ട്, എത്ര ദളിതർ എയിംസിലുണ്ട് തുടങ്ങിയ ഡയലോഗ് അടിക്കാൻ പറ്റുമോ? നിങ്ങൾക്കതാ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിയാവാൻ ഒരാൾക്ക് കോൺഗ്രസിന് അവസരം കിട്ടിയപ്പോൾ അവിടെ സതീശൻ മേനോനാണല്ലോ മുഖ്യമന്ത്രിയും ചോദിച്ച് അയാൾ എന്ത് മറുപടി പറയും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പേര് പറയാൻ ഇത്രയും 10-12 ദിവസത്തോളം താമസമെടുത്ത രാഹുൽ ഗാന്ധി അടക്കമുള്ള ഹൈക്കമാൻഡ് എന്ന ലോ കമാൻഡിന് കൊടുത്തൊരു എട്ടിൻ്റെ പണിയാണ് വി ഡി സതീശൻ. അതിനെപ്പറ്റിയല്ല പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ജാതിവാൽ ഉറക്കെ പറഞ്ഞു എന്ന തരത്തിലാണ്. അതും ബോധപൂർവം പറഞ്ഞാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാം. അപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ ഇദ്ദേഹം വലിയ ഈഴവ വിരോധിയാണ് എന്ന തരത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം ശിവഗിരിയോട് വളരെ അടുപ്പം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രസ്താവന വരുമ്പോൾ ചിലർ വിചാരിക്കും വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷേ ഇയാൾ ഈഴവനായിരിക്കില്ല, നായരായിരിക്കും എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്, നായരല്ല ഈഴവനായിരിക്കും എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. എന്തായാലും അവിടെ ഒരു വ്യക്തതയില്ലായിരുന്നു. പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് വി ഡി സതീശൻ തന്നെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും സംശയം മാറി. അയാൾ നായരിൽ തന്നെ മുന്തിയ ഇനമായ മേനോനാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു സവർണൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്ന് വരുമ്പോൾ ദളിതർക്ക് വേണ്ടി എന്ന തരത്തിൽ രാജ്യത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന രാഹുൽ ഗാന്ധി എന്ന പപ്പുവിൻ്റെ അണ്ണാക്കിനിട്ട് കൊടുത്ത പണിയാണ് എന്നേ പറയാനുള്ളൂ. അതിനെപ്പറ്റി മാത്രം അറിയാമായിട്ട് കൂടി ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏതോ ദൈവത്തിൻ്റെ പ്രത്യേക അവതാരമോ മറ്റോ ആയിട്ടാണല്ലോ അവർ ഈ പപ്പുവിനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ പപ്പുവിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെ വീഴ്ച ഉണ്ടായാലും എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടായാലും ഇവരത് വളരെ ബുദ്ധിപൂർവ്വം മറച്ചു വെക്കും. അത് നമ്മളോട് പറയില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള വി ഡി സതീശൻ യഥാർത്ഥത്തിൽ പണി കൊടുത്തത് രാഹുൽ ഗാന്ധിക്കാണ്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു കാര്യവുമില്ലല്ലോ ഇതിവിടെ വിളിച്ചു പറയാൻ.
MLA ആയിരുന്ന സമയത്ത് വെറും VD സതീശൻ എന്ന് പറഞ്ഞിരുന്ന ഒരാൾ മുഖ്യമന്ത്രി ആയപ്പോൾ അത് രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു സത്യപ്രതിജ്ഞ കൂടി ആകുമ്പോൾ അവിടെ ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയണമെങ്കിൽ അത് അയാളുടെ തന്നെ പാർട്ടി നേതാവായ രാഹുൽ ഗാന്ധി കിട്ടുള്ള പണിയാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. നമ്മുടെ മാപ്പറകൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ല എന്നവർ നടിക്കും.